കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗുരുതര ചികിത്സാ പിഴവ്. 6-ാം വിരൽ ശസ്ത്രക്രിയ ചെയ്ത് നീക്കുന്നതിന് പകരം നാവിൽ സർജറി നടത്തി. കോഴിക്കോട് ചെറുവണ്ണൂർ സ്വദേശിയായ 4 വയസ്സുകാരിയാണ് അവയവം മാറി ശസ്ത്രക്രിയ ചെയ്തത്. കുഞ്ഞിന്റെ നാക്കിലെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ആദ്യം ശ്രമിച്ചതെന്ന് ഡോക്ടറുടെ വിചിത്ര വിശദീകരണം. പോലീസിൽ പരാതി നൽകുമെന്ന് കുടുംബം അറിയിച്ചു. പരാതി സൂപ്രണ്ടിന് പരാതി കൊടുത്തിരിക്കുന്നു. ഇനി ശേഷം ഒരു പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇനി ഒരു കുട്ടിക്ക് പ്രശ്നങ്ങൾ വരരുത്. ഓല് പറഞ്ഞ കുട്ടി മാറിപ്പോയെന്നാണ് പറയുന്നത്. ഇത് കൈക്ക് ഒരു വിരൽ ഒരു 6 വിരലുണ്ട് കുട്ടീൻ്റെ കൈക്ക്. കുട്ടിയുടെ പേര് വിളിച്ചപ്പോൾ അകത്തേക്ക് പോയതാ, ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലേക്ക് പോയതാ. പോയി ഇങ്ങോട്ട് വരുമ്പോൾ കുട്ടീൻ്റെ നാവിൻ്റെ അവിടെ ചോര കണ്ട്. അപ്പോഴാണ് പെങ്ങൾ ചോദിക്കുന്നത് ഇതെന്താന്ന്. അപ്പോൾ നോക്കുമ്പോൾ സിസ്റ്റർ പറഞ്ഞ് നാവിനാണ് ഓപ്പറേഷൻ ചെയ്തത്. അപ്പം തന്നെ ഓല അങ്ങോട്ട് തന്നെ കൊണ്ടുപോയി. കൈക്ക് ചെയ്യേണ്ടത് വിരലിന് ചെയ്യേണ്ടത് നാവിനാണ് ചെയ്തത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓല് കൈക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നും ചെയ്തു. സംഭവത്തിൽ ആരോഗ്യമന്ത്രി അടിയന്തര റിപ്പോർട്ട് തേടി. വാർത്തയുടെ വിശദാംശങ്ങളുമായി രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് ചേർന്നു. രാഹുൽ, തുടക്കത്തിൽ മാപ്പ് പറഞ്ഞ് ഒതുക്കി തീർക്കാൻ ഡോക്ടറുടെ ശ്രമം, പക്ഷേ അങ്ങനെ ഒതുക്കി തീർക്കേണ്ട ഒരു സംഭവമല്ല. ഇനി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന്റെ തുടർ നടപടികൾ എന്തൊക്കെയാണ്? ഒപ്പം ആരോഗ്യമന്ത്രി ഇതിൽ അടിയന്തര റിപ്പോർട്ട് തേടിയിരിക്കുന്നു. ഈ മെഡിക്കൽ കോളേജ് തലത്തിലൊരു അന്വേഷണം നടക്കാൻ സാധ്യതയുണ്ടോ? വിവരങ്ങൾ. സുഹൈൽ, മാപ്പ് പറഞ്ഞതോടെ പരാതിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് ആദ്യം കുടുംബം അറിയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ പരാതിയുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് 4 വയസ്സുകാരിയുടെ കുടുംബം അറിയിക്കുന്നത്. അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടിന് പരാതി നൽകിയിട്ടുള്ളത്. അടുത്ത ഘട്ടം കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിന് പരാതി നൽകും. ഇന്ന് വൈകിട്ടോടു കൂടി തന്നെ കുടുംബം പോലീസിൽ പരാതി നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നാണ് കുടുംബം ഇപ്പോൾ ഈ ഘട്ടത്തിൽ പറയുന്നത്. മാത്രമല്ല, ഈ ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടറെ സസ്പെൻഡ് ചെയ്യണമെന്നും നിലവിൽ കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. ഇന്നലെ വൈകിട്ടായിരുന്നു കൈവിരൽ ശസ്ത്രക്രിയ ചെയ്യാനായി നടുവന്നൂർ സ്വദേശിയായ 4 വയസ്സുകാരിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുന്നത്. ഇന്ന് രാവിലെയാണ് കുട്ടിയുടെ സർജറി നടക്കുന്നത്. അതായത് കൈപ്പത്തിയിലുള്ള 6-ാമത്തെ വിരൽ സർജറി ചെയ്യുന്നതിന് പകരം നാവാണ് സർജറി ചെയ്തത്. ഈ ശസ്ത്രക്രിയ കഴിഞ്ഞ് കുട്ടിയെ വാർഡിലേക്ക് മാറ്റിയപ്പോഴാണ് ചികിത്സാ പിഴവ് ഉണ്ടായി എന്നുള്ള കാര്യം കുടുംബം തിരിച്ചറിയുന്നത്. അത് തിരിച്ചറിയുന്നത് ഇങ്ങനെയാണ്: നാവിന്റെ അടിയിൽ പഞ്ഞി ഉണ്ടായിരുന്നു. കുട്ടി കരഞ്ഞതോടെ ഈ പഞ്ഞി കുടുംബം കാണുകയാണ്. തുടർന്ന് കയ്യിലെ കെട്ട് പരിശോധിച്ചപ്പോൾ ആ വിരൽ അതുപോലെ തന്നെ കൈപ്പത്തിയിൽ ഉള്ളതും തിരിച്ചറിഞ്ഞു. തുടർന്നാണ് ഡോക്ടറെ ഈ വിവരം അറിയിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മാപ്പ് പറഞ്ഞു, അതായത് തെറ്റ് ഉണ്ടായി, അതുകൊണ്ട് മാപ്പാക്കണം, പരാതിയുമായി മുന്നോട്ട് പോകരുത് എന്നുള്ള കാര്യം ഡോക്ടർ കുടുംബത്തോട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ആദ്യം പരാതി ഇല്ല എന്നുള്ള കാര്യം കുടുംബം അറിയിച്ചത്. പിന്നീടാണ് പരാതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ നിർദ്ദേശപ്രകാരം കേസ് അന്വേഷണം, അതായത് മെഡിക്കൽ കോളേജിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ഡോക്ടറുടെ മൊഴി ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് പിന്നാലെയാണ് ആരോഗ്യമന്ത്രിയും കേസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുള്ളത്. എന്താണെങ്കിലും കർശന നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണെങ്കിലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു സംഭവമാണ്. സാധാരണക്കാർ ഏറ്റവും കൂടുതൽ എത്തുന്ന ഒരു ആശുപത്രി കൂടിയാണ് ഈ മെഡിക്കൽ കോളേജും ജില്ലാ ആശുപത്രിയും ഒക്കെ. ഹർഷീനയ്ക്കുണ്ടായ ഒരു ദുരനുഭവം ഇപ്പോഴും സജീവ ചർച്ചയായി നിൽക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ചികിത്സാ പിഴവാണെങ്കിലും ഇപ്പോഴും ഹർഷീന അതിന്റെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും മറ്റൊരു ചികിത്സാ പിഴവ് കൂടി പുറത്തു വരുന്നത്. ശരി, ശസ്ത്രക്രിയ കഴിഞ്ഞ് കത്രിക വയറ്റിൽ മറന്നു വെക്കുക, കൈക്ക് ചികിത്സയ്ക്ക് എത്തിയ 4 വയസ്സുകാരുടെ നാവിൽ സർജറി നടത്തുക, ഇത്തരം അനാസ്ഥകൾ എന്ത് തന്നെയായാലും കർശന നടപടി വേണം. നടപടി ഉണ്ടാകാത്തത് തന്നെയാണ് ഇത്തരം അനാസ്ഥകൾ തുടരാനും കാരണം.